സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പിന്തുടർന്ന് നമുക്ക് അവിടുത്തോടുകൂടെ സ്വർഗത്തിൽ എത്താൻ സാധിക്കണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും അതിന് നീ ഭാഗ്യം തരണം റഹ്മാൻ. ബഷീർ മാസ്റ്റർ അവറുകൾ കുറെ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബഷീർ മാസ്റ്റർ അവറുകൾ അവസാനം സ്ഥാപനത്തെ പരിചയപ്പെടുത്തി. സ്ഥാപനങ്ങൾ അത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ചെറിയ പിഞ്ചുമക്കൾ കയറി വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഈ അടുത്ത് പെരിങ്ങത്തൂരിൽ ഒരു വീട്ടിൽ, മരിച്ച വീട്ടിൽ പോയി. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ തുടക്കം കുറിച്ച് അത് ഓലഷെഡുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ഇവിടെ മുമ്പ് തുടർന്ന പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. ഇന്ന് സിറാജുൽ ഹുദ ഒരു വലിയ വിഷയമാണ്. ഇരിക്കട്ടെ, പെരിങ്ങത്തൂരിൽ അതിനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 8 സ്ഥലത്തുണ്ട്. അതിലൊന്നാണ് പെരിങ്ങത്തൂർ. എല്ലാ സ്കൂളിലും യതീം കുട്ടികൾക്ക് ഡ്രസ്സും ബസ്സും എല്ലാം ഫ്രീയാണ്. ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ ബാപ്പ മരിച്ചു എന്ന് കേട്ടപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി. ചെന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം വീടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. കാരണം താമസിക്കുന്ന വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാർ അന്യരാണ്. ഞാൻ ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ ചെറിയ 2 കുട്ടികൾ ഇരട്ട പെറ്റതാണ്. 40 ദിവസം തികഞ്ഞിട്ടില്ല. 40 ദിവസം തികഞ്ഞിട്ടില്ല. അതിൻ്റെ മേലെയുള്ള ഏറ്റവും വലിയ കുട്ടിയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. ആ കുട്ടി ഇവിടെ കയറി വന്ന കുട്ടിയുടെ വലിപ്പം തന്നെ കാഴ്ചക്ക് ഉള്ളൂ. ക്ലാസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടുന്ന് ദുആ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇനി നിങ്ങൾ ഫീസ് അടക്കേണ്ടതില്ല, ബസ്സിന് കേസ് കൊടുക്കേണ്ടതില്ല, നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി ഓഫീസിൽ ഹാജരാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു. എവിടെ ചെന്നാലും കിട്ടും, സ്വാഭാവികമാണ്. ഒരു മാസത്തിൽ ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിക്കുന്ന കാലത്ത് 10,000 15,000 ഒക്കെ നേർച്ച കിട്ടലാണ്. ഇപ്പോൾ 12 ലക്ഷം 13 ലക്ഷം നേർച്ച കിട്ടുന്നുണ്ട് ഒരു മാസത്തിൽ. പക്ഷേ അന്ന് ചെലവ് 30,000 40,000 ഒക്കെ ആയിരുന്നു. ഇന്ന് ചെലവ് 30 ലക്ഷമാണ്. അതുകൊണ്ട് കൂടുതൽ കേസ് കയ്യിലുണ്ടാവുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സുഹൃത്തുക്കളെ, സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നല്ല പ്രയാസമുണ്ടെന്ന് നടത്തുന്നവർക്കറിയാം. അവരെ സഹായിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ആ സഹായത്തിന് അല്ലാഹു പ്രതിഫലം തരും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സ്ഥാപനത്തോടും എല്ലാവരും സഹകരിക്കണം എന്ന് ആമുഖമായി ഉണർത്തും. സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, 3 കാര്യം ഞാൻ സത്യം ചെയ്ത് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത്തെ കാര്യം, മാ നഖസ മാലു അബ്ദിൻ മിനസ് സദഖ, ധർമ്മം ചെയ്തതിനാൽ ഒരൊറ്റ മനുഷ്യന്റെ ധനവും ചുരുങ്ങിപ്പോവുകയില്ല. അത് ഞാൻ സത്യം ചെയ്ത് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത്തെ കാര്യം, വലാ ളുലിമ അബ്ദുൻ മദ്ലമതൻ സബറ അലൈഹാ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സ, ഏതൊരു മനുഷ്യനെയും ആക്രമിക്കപ്പെട്ടാൽ, തെറ്റ് ചെയ്യാതെ അക്രമമായി ആരെങ്കിലും നാവ് കൊണ്ടോ കൈകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ കണ്ണുകൊണ്ടാണെങ്കിലും ശരി അക്രമം ചെയ്താൽ, ക്രമം തെറ്റി പ്രവർത്തിച്ചാൽ, അതാണ് അക്രമം. ക്രമം തെറ്റി പ്രവർത്തിച്ചാൽ സബറ അലൈഹ, അപ്പോൾ ആ ആക്രമിക്കപ്പെടുന്നവൻ അതിനൊന്നും അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ക്ഷമിച്ചു നിന്നാൽ, ഇല്ല സാദഹുല്ലാഹു ഇസ്സ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാതിരിക്കില്ല. ഞാനിത് സത്യം ചെയ്ത് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തെ കാര്യം, വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖർ, യാചനയുടെ വാതിൽ ആര് തുറന്നോ, യാചിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ എന്തെങ്കിലും കിട്ടണം,
എന്ന നിലക്ക് ആര് യാചിക്കാൻ ഒരുങ്ങിയോ അവന് അല്ലാഹു തആല ദാരിദ്ര്യത്തിന്റെ കവാടം തുറക്കാതിരിക്കില്ല. അധ്വാനിച്ച് ബിസിനസ് നടത്തി ജോലിയെടുത്ത് മാനമായി ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പ്രചോദനം നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ, തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ബിസിനസ് നടത്തുന്ന സത്യവാന്മാരായ ബിസിനസ്സുകാർ, അവർക്കെല്ലാം നീ മഹത്തായ സ്ഥാനം വാഗ്ദത്തം ചെയ്തതായി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ തൊഴിലെടുക്കുന്നവർക്കും, എല്ലാ ബിസിനസ് നടത്തുന്നവർക്കും, കൃഷി നടത്തുന്നവർക്കും, അധ്യാപകന്മാർക്കും, അതുപോലെ ഏത് മഈശത്തിന്റെ വഴി തേടുന്നവർക്കും നീ ഖൈറും ബറക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. വിദേശത്തും നാട്ടിലുമുള്ള അത്തരത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഈ ലോകം നശിച്ചു പോകുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു കാറിൽ കയറി വന്നു. നിങ്ങളും പലരും കാറിലും ജീപ്പിലൊക്കെ വന്നതാണ്. ഇന്ന് റോട്ടും വെച്ച് നോക്കിയാൽ ഒരുപാട് വാഹനം നിർത്തിയത് കാണാനുണ്ട്. ചിലർ കാറിനേക്കാളൊക്കെ വിലയുള്ള ബസ്സിൽ കയറി വന്നവരും ഉണ്ടാകും. സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വാഹനത്തിൽ കയറി പോവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള കാര്യമാണ്. കഴുതപ്പുറത്ത് അവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഒരു പണക്കാരനും ലഭ്യമല്ലാത്ത, എത്ര കോടി കൊടുത്താലും കിട്ടാത്ത അന്തസ്സുള്ള ബുറാഖിന്റെ മേലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് എത്ര സ്പീഡുള്ളതും എത്ര വിലയുള്ളതും ഉപയോഗിക്കാം എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ കാർ യാത്ര എല്ലാ ദിവസവും ഉണ്ടാവുകയില്ല. എനിക്ക് മദ്രസയിൽ നിന്ന് ഇൽമു പഠിപ്പിച്ചു തന്ന എൻ്റെ ഒരു ഉസ്താദ് ഇന്ന് വൈകുന്നേരം മരണപ്പെട്ടുപോയി. അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കും. എൻ്റെ നാട്ടിൽ എന്നെക്കാൾ എത്രയോ പ്രായം ചുരുങ്ങിയ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കും. നേരത്തെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച പലരും ഇപ്പോൾ മരണപ്പെട്ടുപോയി എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അല്ലാഹു എല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കും. ഞാനും നിങ്ങളും എല്ലാം മരിക്കുന്ന ശരീരങ്ങളാണ്. നമുക്കിവിടെ ഈ ഭൗതിക ലോകം അത് ആഖിറത്തിനു വേണ്ടിയുള്ള, പാരത്രിക ലോകത്തിനു വേണ്ടിയുള്ള കൃഷിസ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏത് വാക്ക് പറയുമ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ലാതെ ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്നതായിരിക്കും. നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു. കൊടുക്കാനും തടയാനും ഒരു രാജാവല്ലാതെ ആരുമില്ല. അവനാണ് അല്ലാഹ്. അവനല്ലാതെ കൊടുക്കുന്നവൻ ഇല്ല, അവനല്ലാതെ തടയുന്നവൻ ഇല്ല. മറ്റുള്ളതെല്ലാം കാരണങ്ങൾ മാത്രമാണ്. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുതി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലോകത്ത് സർവ്വ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. വിതരണം ചെയ്യുന്ന ആൾ നിമിത്തമാണ്, കാരണമാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാ സൃഷ്ടികളും നിമിത്തങ്ങൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. കൊടുക്കുന്ന ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയവും തരുന്നവൻ അല്ലാഹുവാണ് എന്ന് നാം വിശ്വസിക്കുന്നു. തരുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൃഷ്ടിച്ചു തരുന്നവൻ. കൊടുക്കൽ രണ്ട് വിധമാണ്. ഒന്ന് സൃഷ്ടിച്ചു കൊടുക്കുക, മറ്റൊന്ന് കാരണമായി കൊടുക്കുക. സൃഷ്ടിച്ചു കൊടുക്കുക എന്നത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അലാ ലഹുൽ ഖൽഖ്. കാരണമായി കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പലതിനെയും അല്ലാഹു കാരണമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ലോകത്ത് ഏതൊരു മുസ്ലിമും അല്ലാഹുവിനോട് ചോദിക്കുന്നത് സൃഷ്ടിച്ചു തരാനാണ്. ഏതൊരു മുസ്ലിമും സൃഷ്ടികളോട് ചോദിക്കുന്നത് കാരണമായി തരാനാണ്.
സൃഷ്ടികളോട് ചോദിക്കുന്നത് സട്ടാവിനോട് ചോദിക്കുന്നില്ല, സട്ടാവിനോട് ചോദിക്കുന്നത് സൃഷ്ടികളോടും ചോദിക്കുന്നില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്, എല്ലാവരും ഗ്രഹിച്ചു വെക്കണം. പടച്ചവനെ എനിക്ക് 1000 ഉറുപ്പിക കടം ലഭ്യമാക്കി തരണേ, അല്ലെങ്കിൽ കടം തരണേ, അല്ലെങ്കിൽ പടച്ചവനെ എന്റെ വിശപ്പടക്കി തരണേ എന്ന് പടച്ചവനോട് പറഞ്ഞാൽ അതിനർത്ഥം വിശപ്പടക്കുക എന്നത് അള്ളാഹു സൃഷ്ടിച്ചു തരാനാണ്. അതേ സമയത്ത് ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളോട് എന്റെ വിശപ്പടക്കി തരണേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു തരണേ എന്നല്ല, അതിന് കാരണമായി പ്രവർത്തിക്കണേ എന്നാണ്. എവിടെയും ഒരേ വാചകത്തിന് അർത്ഥങ്ങൾ മാറുകയാണ്, ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഇത് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ മുസ്ലിംകൾക്കിടയിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പ് പൂർണ്ണമായും അവസാനിക്കേണ്ടതാണ്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ കാര്യമായ ആരോപണമായി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറഞ്ഞ് സർവ്വ മഹല്ലുകളിലും ഭിന്നിപ്പുണ്ടാക്കി. പക്ഷേ അല്ലാഹു അല്ലാത്തവരോട് എന്തിന്റെ സഹായം ആണ് തേടുന്നത്? സൃഷ്ടിച്ചു തരാനുള്ള സഹായമാണോ, കാരണമായി പ്രവർത്തിക്കാനുള്ള സഹായമാണോ? സൃഷ്ടിച്ചു തരാനുള്ള സഹായം സട്ടാവിനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കാരണമായി പ്രവർത്തിക്കാനുള്ള സഹായം അത് അല്ലാഹു തആല നിശ്ചയിച്ച ഹലാലായ മുഴുവൻ കാരണങ്ങളോടും നാം ബന്ധപ്പെടും. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ ഒരു വിഷയത്തിന്റെ വിവാദം അവസാനിക്കുകയാണ്. നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇത് ജമാദുൽ അവൽ മാസമാണ്. മഹാനായ സയ്യിദുന അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുക, ഈ അനുസ്മരിക്കൽ വർഷത്തിലൊരിക്കൽ അനുസ്മരിക്കുമ്പോൾ അതിനെ ആണ്ട് എന്ന് പറയും. നേരത്തെ ബഷീർ മാസ്റ്റർ കണ്യത്തു സാഹിന്റെ ആണ്ട് എന്നല്ലേ പറഞ്ഞല്ലേ, ആണ്ട് വയ്ക്കാന്ന് പറഞ്ഞു. ഈ ആണ്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ പ്രത്യേകം അനുസ്മരിക്കുന്നതിനാണ് ആണ്ട് വയ്ക്കാന്ന് പറയുന്നത്. ആണ്ടെന്തായാലും കഴിഞ്ഞു പോകും, കൊല്ലെന്തായാലും കഴിഞ്ഞു പോകും. പക്ഷെ അത് പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാവുക. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാണ്. വർഷത്തിലൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം പ്രത്യേകം അനുസ്മരിക്കുകയാണ്. എപ്പോഴും അനുസ്മരിക്കാറുണ്ട്, കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയാതെ നിസ്കരിക്കലുണ്ട് നമ്മൾ. പക്ഷേ വർഷത്തിലൊരിക്കൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണ പരിപാടി നടക്കുന്നത് 4 ദിവസമാണ്. ദുൽഹജ്ജ് 10, 11, 12, 13. 4 ദിവസവും പോത്തിനെയും കുട്ടനെയും ഒട്ടകത്തെയും ആട്ടിനെയും അറുത്ത് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. അതാണ് ഉദ്ഹിയ്യത്ത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ജീവനോടെ ഒരൊറ്റ ആട്ടിനെയും ഒരു പോത്തിനെയും ഇന്ന് വരെ ആരും ഉദ്ഹിയ്യത്ത് കൊടുത്തിട്ടില്ല. കാരണം ജീവനുള്ള മൃഗം ഭക്ഷണമല്ല, ഭക്ഷണമാകണമെങ്കിൽ അറുക്കണം. അതുകൊണ്ടാണ് സർവ സുന്നികളും സുന്നികളല്ലാത്തവരും അറുത്തിട്ട് തന്നെ കൊടുക്കുന്നത്. കാരണം നേരത്തെ വഫാത്തായിപ്പോ ഒരു മഹാന്റെ പേരിൽ കൊടുക്കുമ്പോ അത് അറുത്തിട്ട് ഭക്ഷണമാക്കി കൊടുക്കണം എന്ന നിലക്കാണ്. അതുകൊണ്ട് ജീവനോട് ആരും ഉദ്ഹിയ്യത്ത് കൊടുക്കാറില്ല, അറുത്തിട്ട് കൊടുക്കണം. അറക്കാതെ കൊടുത്താൽ ഉദ്ഹിയ്യത്ത് ആവൂല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ആണ്ടിലൊരിക്കൽ അവരെ അനുസ്മരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ മുജാഹിദിന്റെ മൗലവിമാര് അതിന് മറുപടി എന്തറിയോ? പേരോട് ബലിപെരുന്നാള് ആണ്ടാക്കി കളഞ്ഞു. അത് മറുപടിയാ. ഞാൻ ആക്കിയല്ല, ആയതല്ലേ. കൊല്ലത്തിലൊരിക്കൽ അനുസ്മരിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ ഇത്. നമ്മൾ പോത്തിനെ അർത്ഥം പോരല്ലോ. അതെന്തിനാ അറക്കുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ പോത്തല്ലല്ലോ, നമ്മൾ മനുഷ്യന്മാരല്ലേ. നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു ബുദ്ധി തന്നിട്ടില്ലേ? അഫലാ തഅഖിലൂൻ എന്ന് അല്ലാഹു ചോദിച്ചിട്ടില്ലേ? വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, വിവരമുള്ളവർക്കേ ചിന്തിക്കാൻ കഴിയൂന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ വർഷത്തിലൊരിക്കൽ അനുസ്മരിക്കുകയാണ്. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ഒരു മാസമാണ്. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം ലോകം ഒന്നടങ്കം ബഹുമാനിക്കുന്നു. എല്ലാ മുസ്ലിമീങ്ങളും ബഹുമാനിക്കുന്നു. കാരണം അത്രയും നിഷ്കളങ്കനായ ഒരു മഹാനായ വലിയായിരുന്നു മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു. നായക്ക് രോഗം വന്നപ്പോൾ
വെള്ളം കൊണ്ട് കഴുകി മരുന്ന് വെച്ചു കൊടുത്തു സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. പ്രചോദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാൾ സ്വർഗാവകാശിയായി. അവ നായയോടും കാരുണ്യം കാണിക്കണം, അതാണ് മാനവികത. അത് നടപ്പാക്കിയ നേതാവാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. കുപ്പായവും ഇട്ടൊരു സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ജുബ്ബക്കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ ഒരു പൂച്ച കിടന്നുറങ്ങും. പൂച്ചയുടെ ഉറക്ക് തെളിയിക്കാൻ പറ്റില്ലെന്ന് ചിന്തിച്ചു. ഒരു പൂച്ചയെ ശല്യപ്പെടുത്താതെ ജീവിക്കണം, മഹാന്മാരുടെ ജീവിതമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പോകുന്ന സ്ഥലത്ത് കുപ്പായിടാതെ പോകാനും പറ്റില്ല. ഒരു കത്തി എടുത്തിട്ട് കുപ്പായത്തിന്റെ കൈയങ്ങ് മുറിച്ചു കളഞ്ഞു. കൈയില്ലാത്ത കുപ്പായം ഇട്ട് പോകേണ്ട സ്ഥലത്ത് പോയി, കാരണം പൂച്ചയുടെ ഉറക്ക് തെളിയിക്കണ്ടെന്ന് മനസ്സിലാക്കി. അതാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. തിരിച്ചു വന്നപ്പോൾ ആ കൈയെടുത്ത്, പൂച്ച കുറച്ച് സമയമല്ലേ പൂച്ച കിടക്കുള്ളൂ, പൂച്ച ഇത്തിക്കാഫ് നേർച്ചയാക്കി ഒന്നല്ലല്ലോ. പൂച്ച എഴുന്നേറ്റ് പോയപ്പോ ആ കൈയെടുത്ത് തുണിയോട് കൂട്ടി തുന്നിയിട്ട് ആ കുപ്പായമിട്ടു സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. സുഹൃത്തുക്കളെ, ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകൾ ഉണ്ട്. അതാണ് റിഫായി ത്വരീഖത്തുകാര് ചൊല്ലി വരാറുള്ള ദിക്റുകൾ. ഇതൊന്നും പിടിക്കാത്ത ആളുകൾ പഴക്കാട്ടൊക്കെ ഇപ്പോഴും ഉണ്ടാകാം. പിടിക്കുമല്ലോ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വിഷയം പറയില്ലേ. നമുക്ക് അള്ളാഹുവിന്റെ അടുക്ക സ്വീകരിക്കുമല്ലോ നോക്കിയിട്ട്. കൊടുക്കുന്നവർ അന്നേ ഉള്ളൂ, തടയുന്നവർ അന്നേ ഉള്ളൂ. അത് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, നേർച്ച മാത്രം നിനക്ക്, ബാക്കിയൊക്കെ വേറാക്ക്. അങ്ങനെയല്ല നമ്മൾ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതവും മരണവും, ജീവിതത്തിലും മരണത്തിലുള്ള എല്ലാ കാര്യവും അള്ളാഹ്ക്ക് മാത്രം. ഒരു നേർച്ച മാത്രം അള്ളാഹ്ക്ക്, ബാക്കിയുള്ള സിദ്ധികൾക്ക് ആ കമ്പനിയിൽ നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പെട്ടിട്ടില്ല. എല്ലാം അള്ളാഹുവിന്, പ്രസംഗവും അള്ളാഹുവിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ അത് നമുക്ക് വിഷയമല്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്ന മഹാന്മാർ എല്ലാവരും പിന്തുടരുന്നവർ തന്നെ, വിശ്വാസ കാര്യത്തിലും കർമ്മകാര്യത്തിലും. പക്ഷേ അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്ത ചില ദിക്റുകൾ, ആ ദിക്റ് ചൊല്ലി വരുന്ന റിഫായി ത്വരീഖത്തുകാർ ചിലപ്പോൾ അതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് റിഫായി ശൈഖിനെ ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധിച്ചവരൊക്കെ ഉണ്ടാകാം. അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. വിവരമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ലാ യഖലുഹാ ഇല്ലൽ ആലിമൂൻ, വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഉദാഹരണത്തിന് മാ അന ഇല്ലാ അന്ത, മാ അന ഇല്ലാ അന്ത, അതിനൊരു പുത്തൻവാദി അർത്ഥം വെച്ചു. പടച്ചവനെ, നീയല്ലാതെ ഞാനില്ല, ഞാൻ തന്നെയാണ് നീ എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതൊന്നുമല്ല. അതിന്റെ അർത്ഥം അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. സഹീഹുൽ ബുഖാരിയിൽ ആ പദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തതൊന്നും പറയാനില്ല. മാ അന, ഞാനില്ല അല്ലാ, ഞാനില്ല അല്ലാ, അഥവാ ഞാനൊരുള്ളതിൽ പറയാനില്ല. ഇല്ല അന്ത, നീ മാത്രമേ ഉള്ളൂ അല്ലാ, നീയേ ഉള്ളതിൽ പറയാനുള്ളൂ. ഞാനൊരുള്ളതിൽ പറയാനില്ല. കാരണം ഞാൻ മുമ്പില്ലായിരുന്നു, ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഞാൻ നിന്നെ ആശ്രയിച്ചു നിൽക്കുകയാണ്. ഞാനൊരുള്ളതിൽ പറയാനില്ല. ഉള്ളവൻ നീ മാത്രമാണ് അല്ലാഹുൽ ബസീറത്തി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതാണ് വിശദീകരിച്ചത്. ഉൾക്കാഴ്ചയുള്ള മഹാന്മാരുടെ വാചകമാണത്. അത് തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതൂർ റബ്ബാനിയിലും വിവരിച്ചത്. ഞാനൊരുള്ളതിൽ പറയാനില്ല. ഞാൻ 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 എന്ന അഹങ്കാരത്തിന്റെ ഒരു ചിന്തയും എനിക്കില്ല. ഇല്ല, ഞാനൊരുള്ളതിൽ പറയാനില്ല. ഉള്ളവൻ നീ മാത്രമാണ് അല്ലാഹ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദിക്ർ, ഇത്തരം ദിക്റുകൾ ചൊല്ലുന്ന അവിടുത്തെ പിന്തുടർന്ന ആളുകളുണ്ട്. അവർ റിഫായി ശൈഖിന്റെ ആണ്ട് കഴിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ത്വരീഖത്ത് സ്വീകരിച്ചവരുണ്ട്. അവിടുന്ന് പറഞ്ഞു കൊടുത്ത ചില ദിക്റുകൾ ചൊല്ലുന്നവരുണ്ട്. അവരും റിഫായി ശൈഖിന്റെ ആണ്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നഖ്ശബന്ദിയ ത്വരീഖത്ത് സ്വീകരിച്ചവരുണ്ട്. അവരും അതാ
അവിടുത്തെ റിഫായി ശൈഖിന്റെ ആണ്ട് കഴിക്കാറുണ്ട്. അതേ, എന്നാൽ ഏതെങ്കിലും ഒരു കക്ഷി എന്റെ നേതാവിന്റെ ആണ്ട് ഞാനല്ലാത്ത വേറെ ആരും കഴിക്കാൻ പാടില്ല എന്നാരെങ്കിലും ചിന്തിക്കുമോ? നിങ്ങൾ ശരിക്കാലോചിക്കണം. എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ എത്രയോ ആളുകൾ യാസീൻ ഓതിയിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ സ്നേഹമാണ്. എന്റെ ഉമ്മാനെ സ്നേഹിച്ചവരാണവർ. അതേ, എന്റെ ബാപ്പയുടെ ആണ്ടിനാരെങ്കിലും ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്കവരോട് സ്നേഹമാണ്. കാരണം എന്റെ ബാപ്പയ്ക്ക് ഗുണം ചെയ്തവരാണവർ. ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഒരു മഹാനോ ആ മഹാനെ വല്ലവരും സ്നേഹിച്ചിട്ടൊരു ഫാത്തിഹ ഓതിയാൽ, ഒരു ഖുർആൻ ഓതിയാൽ, അവരെ പേരിൽ ഭക്ഷണം ദാനം ചെയ്താൽ ആ മഹാനെ അങ്ങനെ ആദരിക്കരുത്, സ്നേഹിക്കരുത്. ആ മഹാനൊരു സൂറത്തും കിട്ടരുത്, ഒരു ഫാത്തിഹയും കിട്ടരുത്, ഒരു യാസീനും കിട്ടരുത്, ഒരു സദഖയും ഒരു ധർമ്മവും കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ചിന്ത എത്ര സങ്കുചിതമായ ചിന്തയാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾക്ക് മുഴുവനും നീ വിശാലമായ ചിന്ത നൽകണം റഹ്മാനേ. മുഴുവൻ ആളുകളുടെ ഖൽബും ഇടുങ്ങിയ ഖൽബുകളെ നീ ശറഹ് ചെയ്ത് വിശാലമാക്കണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, സങ്കടം തോന്നുകയാണ്. നമ്മുടെ ഉമ്മത്തിന്റെ ഒരു സാഹചര്യം ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഭിന്നതകൾ? എന്തിനാണ് ഈ അനൈക്യങ്ങൾ? എന്തിനാണ് ഈ ഖണ്ഡനങ്ങൾ? എന്തിനാണ് ഈ പരസ്പരമുള്ള വിവാദങ്ങൾ? ഇതൊക്കെയും ആവശ്യമില്ലാത്തത് വലിച്ചിട്ടതല്ലേ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഖണ്ഡന പ്രസംഗം നടത്തുന്നില്ലേ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഞാൻ പറയുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തസവ്വുഫിലേക്ക് ക്ഷണിക്കുന്നു, ആത്മീയ ചിന്തയിലേക്ക് ക്ഷണിക്കുന്നു. മഹാനവറുകൾ വിവാദത്തിനെതിരെ, സംവാദത്തിനെതിരെ, ഖണ്ഡനത്തിനെതിരെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. സംസാരിക്കുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അതേ, ഇതെല്ലാം ചെയ്യുന്നവനും ചെയ്തവനുമാണ് ഞാൻ പറയുന്നതിനർത്ഥം സത്യം പറയേണ്ടതില്ലെന്നല്ല, തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ തിരുത്തേണ്ടതില്ലെന്നല്ല. അത് നിർബന്ധമായ സംഗതിയാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷേ എന്തിനാണ് ഈ സമുദായത്തിൽ ഇല്ലാത്ത വിവാദങ്ങൾ വലിച്ചു കൊണ്ടുവരുന്നത്? എന്തിനാണ് സമുദായത്തിൽ ആവശ്യമില്ലാത്ത സംവാദങ്ങൾ കൊണ്ടുവന്ന് പരസ്പരം ഭിന്നിക്കുന്നത്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ പറയുകയാണ്, ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടി സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ പരസ്പരം ചീത്ത വിളിക്കുകയും തെറി പറയുകയും കളവ് പറയുകയും ആരോപണം പറയുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം അത് മുസ്ലിമീങ്ങൾക്ക് അനുയോജ്യമല്ല. മുസ്ലിമീങ്ങൾക്ക് മാനവികത ഉണരേണ്ടതുണ്ട്, മാനവികത വളരേണ്ടതുണ്ട്. നമ്മുടെ സമുദായം ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളെ മാർഗം കൈയൊഴിക്കാമെന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയതി വമുഹാദറതിഹിം വഖത്ഇഹി സ്വഹബതി മഅഹും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയുകയാണ്, ലോകത്ത് ഒരു സഹാബിക്കും തർക്കമില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കമുള്ള 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇമാമിനും തർക്കമില്ല, ഒരു പണ്ഡിതനും തർക്കമില്ല. അലാ ദമ്മിൽ മുബ്തദിയതി, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആക്ഷേപിച്ച് അവർ ഇസ്ലാമിൽ ഉണ്ടാക്കുന്ന ഭിന്നതകളെ കുറിച്ച് സമുദായത്തിന് മുന്നറിയിപ്പ് നൽകൽ നിർബന്ധമാണ്. മാത്രമല്ല വമുഹാജറതിഹിം, അവരുമായി മതരംഗത്ത് മാറി നിൽക്കേണ്ടതാണ്. വഖത്ഇഹി സ്വഹബതി മഅഹും, അവരുമായി മതരംഗത്ത് ബന്ധമില്ലാതെ ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. ഇതിലൊരു സഹാബിക്കും തർക്കമില്ല,
ഒരു ഇമാമിനും തർക്കമില്ല. വതസ്ദീദിൽ ഇൻകാരി അലൈഹിം, അവരെ ശക്തിയായി വിമർശിച്ച് അവരുടെ ആശയത്തിന്റെ പാപ്പരത്വം ബോധ്യപ്പെടുത്തൽ നിർബന്ധമാണ്. ഇതിൽ ഒരു പണ്ഡിതനും ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് അഭിപ്രായ വ്യത്യാസമല്ല, വീക്ഷണ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞൂടാ. ഉദാഹരണത്തിന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു സുബ്ഹി നിസ്കാരത്തിൽ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു വിത്ർ നിസ്കാരത്തിൽ. ഖുനൂത്ത് ഓതണം എന്നുള്ളതിൽ തർക്കമില്ല. എവിടെ എന്നതിൽ രണ്ട് വീക്ഷണം ഉണ്ട്. ഇത് രണ്ടും ഇസ്ലാമാണ്. രണ്ടും ഇസ്ലാമിന് പുറത്തല്ല, രണ്ടും ഇസ്ലാമാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതിന്റെ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഫത്ഹുൽ മൗലൂദികൾക്കൊക്കെ അറിയാലോ, ഫത്ഹുൽ മൗലൂദിന്റെ അവസാനം പറഞ്ഞത് 4-ൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം എന്നാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത മനസ്സിലായില്ലേ? പിറവം തെരഞ്ഞെടുപ്പ് നടന്നു ഈ അടുത്ത്. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഉറക്കെല്ലാം പോവല്ലാരും. അവിടെ പറക്കേണ്ടത് പറഞ്ഞു. അവിടെ UDF-ഉം LDF-ഉം തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് ഒരു UDF-കാരനും പ്രസംഗത്തിൽ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. UDF-ന് തന്നെ വോട്ട് ചെയ്യണമെന്ന് UDF-കാരൻ, LDF-ന് തന്നെ വോട്ട് ചെയ്യണമെന്ന് LDF-കാരൻ. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഷാഫി മദ്ഹബിന്റെ കിതാബ് പറഞ്ഞത് നിങ്ങളെ ഷാഫി മദ്ഹബ് എന്നെ സ്വീകരിക്കണമെന്നല്ല, 4-ൽ 1 ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്ന. അപ്പൊ നമുക്ക് മനസ്സിലായി അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. എല്ലാം സത്യം, എല്ലാം ഒരേ ഇസ്ലാമിക സംവിധാനത്തിലുള്ളത്. ഏതുപോലെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, അലോപ്പതി മെഡിക്കൽ കോളേജ്, ആര്യവൈദ്യ മെഡിക്കൽ കോളേജ്, യൂനാനി മെഡിക്കൽ കോളേജ്, 4 ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ. 4 ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ. കാരണം 4 സർക്കാരിനെതിരല്ല, 4 ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരാള് ആര്യവൈദ്യന്റെ മരുന്ന്, അലോപ്പതിയുടെ പഥ്യം, അങ്ങനെ അയാൾ കബറും കുച്ചിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. ഒരു വിഷയത്തിൽ 1, 4 അംഗീകരിക്കപ്പെട്ടത്. ഇതാണല്ലോ കർമ്മശാസ്ത്രത്തിൽ ഉള്ളത്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഹോമിയോപ്പതി ഡോക്ടർ ഒരിക്കലും അലോപ്പതി ഡോക്ടർക്കെതിരല്ല, ആ ചികിത്സാ സമ്പ്രദായത്തിനും എതിരല്ല. അതൊരു ചികിത്സയാണ്, ഇത് വേറൊരു ചികിത്സയാണ്. രണ്ടും ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഒരു ഇമാം വേറൊരു ഇമാമിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അത് ശാഖാപരമായ വിഷയങ്ങളിലാണ് അവർ തമ്മിലുള്ള വീക്ഷണ വ്യത്യാസം. അടിസ്ഥാനപരമായ വിഷയത്തിൽ അവർക്കൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവരും വിശ്വാസത്തിൽ ഒരേ വിശ്വാസമാണ്. എല്ലാവരും അടിസ്ഥാന വിഷയങ്ങളിൽ ഒരേ ആശയക്കാരാണ്. 5 നേരം നിസ്കരിക്കണം, അതിലൊരു ഇമാമിനും വീക്ഷണ വ്യത്യാസമില്ല. നോമ്പെടുക്കണം, വീക്ഷണ വ്യത്യാസമില്ല. അടിസ്ഥാന വിഷയങ്ങളിൽ ഇല്ല, ശാഖാപരമായ വിഷയങ്ങളിൽ മാത്രമാണ്. ഈ ശാഖാപരമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉള്ളതോടുകൂടി തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ റിഫായി തരീഖത്തും മുഹീദ്ദീൻ ശിഖ്ലാന് തരീഖത്തും സ്വീകരിക്കുന്നവർ തമ്മിൽ ആദരവും ബഹുമാനവും ഉള്ളതുപോലെ ഇമാമിങ്ങൾ തമ്മിൽ ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം? അതല്ലേ നമ്മുടെ മുൻഗാമികളുടെ മാർഗം? ഒരു പക്ഷേ ഒരു വ്യക്തി ഏതോ ഒരു ശാഖാപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് വെക്കുക, അല്ലെങ്കിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടായി എന്ന് വെക്കുക. ഉദാഹരണം, മഹാനായ കണ്യത്ത് ഉസ്താദ് അവറുകളും മഹാനായ സദഖത്തുൽ മുസ്ലിയാർ അവറുകളും നവറല്ലാഹു മർഖദഹുമാ, അവർ രണ്ടുപേരും ഒന്നായി പ്രവർത്തിച്ചവരും ഒന്നായി ഉള്ളവരും ആണ്. പക്ഷേ ഖുതുബ ഓതുന്ന സമയത്ത് മൈക്ക് ഉപയോഗിക്കാമോ? 2 മഹാന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം അത് പണ്ടില്ലാത്ത ഒരു ഉപകരണമാണ്. അതിന്റെ പേരിൽ ആ 2 മഹാന്മാരെയും മഹാന്മാരുടെ ശിഷ്യന്മാര് തമ്മിലും ഭിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. 2 ആളെയും ഒരേ സമയത്ത് ബഹുമാനിച്ചൂടെ? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്.
സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില്ലറ ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ, അതിന് എന്തിന് മുസ്ലിം സമുദായം പരസ്പരം തമ്മിലടിക്കണം? എന്തിന് പരസ്പരം ആരോപണം പറയണം? എന്തിന് കളവ് പ്രചരിപ്പിക്കണം? എന്തിന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് മുതൽക്കൂട്ടുണ്ടാക്കണം? ഇത് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഒന്നുകൂടി പറയും, എല്ലാവരും എപ്പോഴും ഒരു സംഘടനയിൽ തന്നെ ആകുമോ? ആകില്ല എന്നുറപ്പാണ്. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന കാലത്ത്, അതിനു മുമ്പ് ഞാൻ ഒരു സംഘടനയിലായിരുന്നു. ഞാൻ ഇപ്പോൾ ആ സംഘടനയിൽ മെമ്പറല്ല. അന്ന് ഞാൻ SSFൽ മെമ്പറായിരുന്നു. ഇന്ന് ഞാൻ SOSൽ മെമ്പറാണ്. രണ്ടും രണ്ട് സംഘടനയാണ്. രണ്ടിനും ഭരണഘടനകൾ വെവ്വേറെ ഉണ്ട്. രണ്ടും രണ്ട് സംഘടനയാണ്. പക്ഷേ ഒന്നിനെതിരല്ല, ഒന്നിന് ശക്തിപ്പെടുത്തുന്നതാണ്. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ശക്തിപ്പെടുത്തുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് സംഘടനയുടെ പേരിൽ നമ്മൾ വഴക്കടിച്ച് മഹല്ലുകളിൽ ഭിന്നിക്കേണ്ടതുണ്ടോ? പരസ്പരം നിന്ദിക്കേണ്ടതുണ്ടോ? അത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ആക്രമിക്കൂല. വലാ യഖ്ദുലുഹു, വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല, കൈയൊഴിക്കൂല. വലാ യഹ്ഖിറുഹു, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, നമുക്ക് ആഖിറത്തിൽ റെക്കമെൻഡ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തേണ്ടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ തന്റെ സഹോദരനെ നിന്ദിക്കുന്നത് മാത്രം മതി നാശത്തിന്. ഒരു മനുഷ്യന്റെ ആഖിറം നശിച്ചു പോകാൻ വ്യഭിചരിക്കണം എന്നില്ല, മദ്യപിക്കണമെന്നില്ല, നിസ്കരിക്കാതിരിക്കണമെന്നില്ല, അവൻ പുത്തനാശയക്കാരനോ യുക്തിവാദിയോ ആകണമെന്നില്ല. ഒരു മുസ്ലിമിനെ നിന്ദിച്ചാൽ മതി നാശം വരാൻ. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭക്തി തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. എന്താണ് ആ വാക്ക് ഇത്ര ഗൗരവത്തിലാണ്? ഭക്തി ഇവിടെയാണ്, ഹൃദയത്തിലാണ് ഭക്തി. നിങ്ങൾ ആലോചിക്കണം. ഞാനിപ്പോ വരുമ്പോ കുറെ ഫോട്ടോകൾ കണ്ടു. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുറെ ഫോട്ടോകൾ കണ്ടു. അവർ ഇസ്ലാമിന്റെ ആശയങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിച്ച് ഒരു പള്ളി കമ്മിറ്റിയൊന്നുമല്ല. അവർക്ക് അവരുടേതായ ആശയം ഉണ്ട്. അപ്പൊ അവർ അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോ ബഹുമാനിച്ച് ഇങ്ങനെ വെക്കുന്നു. ജീവനുള്ളതിന്റെ ഫോട്ടോ ബഹുമാനിക്കുന്നത് ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. അവർ ഇസ്ലാമനുസരിച്ച് ഭരണഘടന എഴുതിയവർ അല്ല. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അങ്ങനെയുള്ള ഫോട്ടോകളിൽ ചില ഫോട്ടോ എന്താണ് ഓരോരുത്തരുടെ താടിയുടെ നീളം, നീണ്ട താടിയുള്ള നേതാക്കന്മാർ. ഒരാളെ ഫോട്ടോ ഞാൻ കണ്ടപ്പോ പെട്ടെന്ന് ഏതോ മുദരിസാണോ എന്ന് തോന്നിപ്പോയി. ഞാൻ അയാളെ പേര് വെച്ചപ്പോ സുർജിത്ത് എന്നാണ്. ഇത് എന്താ തലേക്കെട്ട്, എന്താ താടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര അർത്ഥവത്താണ്. കാരണം തലപ്പാവ് മുസ്ലിമീങ്ങൾക്ക് സുന്നത്താണ്, തൊപ്പിവെക്കലും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ wudu എടുക്കുന്ന സമയത്ത് പോലും തലപ്പാവ് നീക്കിയിട്ട് തലയിൽ നൽപ്പം തടകി ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തീകരിച്ചു എന്ന് ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് അവിടുന്ന് തലയിൽ കെട്ടിയത് കാണാം. ഇപ്പൊ ചിലർ മിമ്പർമൽ വരെ തെങ്ങുമ്പ് കയറുന്ന ആളും കൂടി ഒരു ചെറിയ തോർത്ത് തലയിൽ കെട്ടും. തലയിൽ കെട്ടാതെ കയറുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൈയൊഴിച്ചത് കൊണ്ടാണ്. അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, സുന്നത്താണ്. വെള്ളവസ്ത്രം പുണ്യമാണ്, താടി വളർത്തൽ സുന്നത്താണ്. പക്ഷെ അവിടെ ഒന്നും തഖ്വ ഉണ്ട് എന്ന് പറഞ്ഞില്ല. അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്.
യസീറു ഇലാ സദ്രിഹി സലാസ മർറാത്ത്, 3 തവണ പറയുന്നത് തഖ്വയുടെയാണ്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. ആഴ്ചക്ക് 2 പ്രാവശ്യം ഓരോ ഖുത്ബയിലും ഓരോ പ്രാവശ്യം തഖ്വ കൊണ്ടുള്ള വസിയത. കാരണം അത് വലിയ വിഷയമാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം തഖ്വയുള്ളവർക്ക് തയ്യാറിയപ്പെട്ടതാണ്. ഹുദല്ലിൽ മുത്തഖീൻ, അതേ ഖുർആൻ തഖ്വയുണ്ടാകുന്നവർക്ക് ഉപകരിക്കുന്നതാണ്. തഖ്വയില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കൊടി ഏതായിട്ടെന്താ, സംഘടന എന്തായിട്ടെന്താ, സ്റ്റേജ് എത്ര വലുതായിട്ടെന്താ, ആളെത്ര കൂടിയിട്ടെന്താ, കൂടാതിരുന്നിട്ടെന്താ, തഖ്വയല്ലേ വിഷയം. അത്തഖ്വാ ഹാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഹൃദയത്തിൽ തഖ്വ വേണം. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, സർവ മുസ്ലിമും വേറൊരു മുസ്ലിമിന് ഹറാമാണ്. ദമുഹു, രക്തം ഹറാമാണ്. മാലുഹു, ധനം ഹറാമാണ്. വൈറുദുഹു, അഭിമാനം ഹറാമാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി നിസ്സാരപ്പെടുത്തി നിന്ദിച്ച് സംസാരിക്കുന്നതൊക്കെയും ഹറാമാണ്. ഓ മുസ്ലിമീങ്ങളെ, നാം തഖ്വയുള്ളവരാകണം. പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തഖ്വയിൽ അധിഷ്ഠിതമാകണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് തഖ്വയുടെ മനസ്സ് തന്ന് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് ആഖിറത്തിൽ നിന്റെ സാലിഹീകളോടുകൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, തഖ്വയിൽ അധിഷ്ഠിതമല്ലാത്ത എല്ലാം നിഷ്ഫലമാണ്. ഏത് വിഷയം തഖ്വയിൽ അധിഷ്ഠിതമാകണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വാശിയും വഴക്കും വക്കാണവും വിവാദവും നാം ഇഷ്ടപ്പെടുന്നവർ അല്ല. അതേ സമയത്ത് ഒരു കൂട്ടർ അല്ലാഹുവിന്റെ ദീൻ തെറ്റിദ്ധരിപ്പിക്കാനിറങ്ങിയാൽ, മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനിറങ്ങിയാൽ, ഇസ്ലാമിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വിജയമാണെന്ന് പറഞ്ഞ് അതിലാഘോഷം കൊണ്ടാൽ, അവിടെ യാഥാർത്ഥ്യം പറഞ്ഞുകൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, നിങ്ങൾക്കറിയാം, ആദ്യം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം വലിയ സ്വപ്നമാണ്. അതേ, ഇന്നി റഅയ്തു അഹദഅസറ കൗകബൻ വസ്സംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് തലകുനിക്കുന്നത് കണ്ടു. അതേ സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറയാണ്, സ്വന്തം ബാപ്പയോടാണ് വിവരം പറഞ്ഞത്. ബാപ്പ പറഞ്ഞു, മോനെ, സ്വപ്നം പുറത്ത് പറയല്ല. കാരണം ചിലർക്ക് സ്വപ്നം പറഞ്ഞാൽ കലി കയറും, സ്വപ്നം പറഞ്ഞാൽ ചിലർക്ക് ദേഷ്യം പിടിക്കും. കാരണം നിന്നോട് അസൂയക്കാരുണ്ട്. അസൂയക്കാർക്ക് നിന്റെ മഹത്വമുണ്ടാകുന്ന സ്വപ്നം കേട്ടാ വിഷമം തോന്നും. ലാ തഖ്സുസ് റുയാക, നിന്റെ സ്വപ്നം നീ പുറത്ത് പറയല്ല മോനെ. പക്ഷേ അസൂയക്കാര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരസൂയണ്ട് തീരുന്നു. അവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എല്ലാ കളവും പറഞ്ഞു. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം ചോര പെരക്കി കൊണ്ടുവന്നിട്ട് വിദമിൻ കദിവിൻ, കളവിന്റെ ചോര കൊണ്ടുവന്ന് ബാപ്പയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. സ്വന്തം ബാപ്പാന്റെ മുമ്പിൽ, നബിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ആര് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്യേണ്ടുന്നവർ, ജ്യേഷ്ഠാനുജന്മാർ, ഏറ്റവും കൂടുതൽ യൂസുഫ് നബി ഇസ്ലാമിനെ ോട് സഹകരിക്കേണ്ടവർ അവരാണ് അസൂയയുടെ പേരിൽ ഇതൊക്കെ ചെയ്തത്. പക്ഷേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല വലാ ദുലിമ അബ്ദുൻ, ഒരടിമയും ആക്രമിക്കപ്പെടില്ല, മദ്ലമതൻ, ഒരക്രമം, സബറ അലൈഹാ, അതിന്റെ പേരിൽ അദ്ദേഹം ക്ഷമിച്ചു നിന്നാൽ, ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ, അദ്ദേഹത്തിന് അല്ലാഹു ഇസ്സത്ത് ഏറ്റിക്കൊടുത്തിട്ടല്ലാതെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു, ഒന്നും പറയാൻ ബാക്കിയില്ല. ഞങ്ങൾ ഒളിച്ചോടിപ്പോയ അടിമയാണിതെന്ന് വരെ പറഞ്ഞു. വാസ്തവത്തിൽ അവര് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലെറിഞ്ഞതാണ്. ഇനി ഇയാൾക്ക് നിലനിൽപ്പുണ്ടാവൂല എന്ന് അവർ വിചാരിച്ചതുമാണ്. പക്ഷേ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് രക്ഷപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്താണ്? ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് അവരതാ പറയുന്നു, അസൂയാലുക്കൾ. എന്നിട്ട് ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചില്ലിക്കാശിന് വിൽക്കുന്നു. പക്ഷെ ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം സുഹൃത്തുക്കളെ പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, അസീസിന്റെ കൊട്ടാരത്തിലും പരീക്ഷണങ്ങൾ. ഇപ്പൊ നീട്ടി പ്രസംഗിക്കുന്നില്ല. ചിലർക്കൊക്കെ കുറേ ചാനൽ കണ്ട മനുഷ്യന്മാരുണ്ട്, കുറേ പത്രം കണ്ട മനുഷ്യന്മാരുണ്ട്. അതിലൊക്കെ ഉള്ള സംശയത്തിന്റെ മറുപടികളൊക്കെ ഇന്നിങ്ങ് പറയുമെന്ന് വിചാരിച്ച് വന്നവരുണ്ടാവും. അതിന്റെ മറുപടിയൊക്കെ എന്റെ ചാരിയത്തെ പ്രസംഗത്തിലുണ്ട്. വിശ്വാസവും വെല്ലുവിളിയും എല്ലാ സംശയത്തിന്റെ മറുപടി അതിലുണ്ട്. 40 ഉറുപ്പ്യ കൊടുക്കണം ഒരു DVD 3 മണിക്കൂറിൽ കിട്ടണമെങ്കിൽ. ഈ സദസ്സ് വാങ്ങുമ്പോൾ 20 ഉറുപ്പ്യക്ക് കിട്ടും. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, സൂറത്ത് യാസീൻ 7 ദിവസം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്. നീണ്ട വയത് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. പ്രബോധന പ്രവർത്തകർക്ക് ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. ഇപ്പോഴതിലേക്കൊന്നും കടക്കുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം എന്തെല്ലാം പരീക്ഷണമാണ്, എല്ലാം മറികടന്ന അവസാനം ജയിലിലാണ്. ജയിലിൽ കിടന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല ഭരണാധികാരം കൊടുക്കാൻ പോകുന്നു. അതാ ജയിലിൽ നിന്ന് വിളിക്കുമ്പോ എന്റെ പേരിൽ കൈമുറിച്ച കുറെ സ്ത്രീകളുണ്ട്, അവരവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നു. അതാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റക്കാരനല്ലെന്ന് എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും യൂസുഫ് നബി ബോധ്യപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് വിളിക്കുന്ന എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താതെ എന്റെ പ്രബോധനത്തിന് ഫലം കാണുകയില്ലെന്ന ചിന്തയാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർക്ക് തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ മനസ്സിൽ തിരുത്തേണ്ട ബാധ്യതയുണ്ട്. അത് അമ്പിയാക്കൾ നിർവഹിച്ച ദൗത്യമാണ്. അത് നിർവഹിക്കുമ്പോൾ അതേ വിവാദത്തിൽ പങ്കുചേരുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അത് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് എന്നത് മാന്യ മുസ്ലിം സഹോദരന്മാര് ഗ്രഹിക്കണം. അതേ ഒരു മുസ്ലിമിന്റെ അഭിമാനം ഹറാമാണ്, രക്തം